ഹലോ നമസ്കാരം. സക്സസ് സ്പേസിലെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്പനി ബോർഡ് എൽജിഎസിൽ ഒരു വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ എങ്കിൽ ഇന്ന് മുതൽ സക്സസ് സ്പേസിനോടൊപ്പം തുടങ്ങാം. ഞങ്ങളുടെ ഈ ഉദ്ദേശം അല്ലെങ്കിൽ സക്സസ് ടീമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ കമ്പനി ബോർഡ് എൽജിഎസുമായി ബന്ധപ്പെട്ട എല്ലാ GK ടോപ്പിക്സും നിങ്ങൾക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. എല്ലാ ടോപ്പിക്കും എന്നല്ല, 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും വളരെ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അത് നമുക്ക് തുടങ്ങാം. അപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻറ്റ് എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ശ്രദ്ധിക്കാൻ പറയുന്നു, ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് പഞ്ചവത്സര പദ്ധതി മനസ്സിലാക്കണം. ഓക്കെ, മനസ്സിലാക്കുക. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിക്കുന്ന പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പഞ്ചവർഷ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരിക്കാം? ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക. ഓക്കെ, നമ്മുടെ പഞ്ചവർഷ പദ്ധതി പിതാവ് ആരാണ്? ജോസഫ് സ്റ്റാലിൻ. പഞ്ചവർഷ പദ്ധതി പിതാവാണെങ്കിൽ ജോസഫ് സ്റ്റാലിൻ ആണ്. ആദ്യമായി അവതരിപ്പിച്ച വർഷം എപ്പോഴായിരിക്കാം? 1928. ഓക്കെ, അപ്പൊ പഞ്ചവർഷ പദ്ധതി പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ജോസഫ് സ്റ്റാലിൻ ആണെങ്കിൽ ആദ്യമായി അവതരിപ്പിച്ച വർഷം 1928. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം പഞ്ചവർഷ പദ്ധതി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം എവിടെ നിന്നായിരുന്നു? റഷ്യ. ഓക്കെ, അപ്പൊ പഞ്ചവർഷ പദ്ധതി എന്ന ആശയം കടം കൊണ്ട രാജ്യമാണ് റഷ്യയാണ്. അതിന്റെ പിതാവാണെങ്കിൽ ജോസഫ് സ്റ്റാലിൻ ആണ്. ആദ്യമായി അവതരിപ്പിച്ച വർഷം 1928. ഒരു പഞ്ചവർഷ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ പഞ്ചവർഷ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് എന്തു പറയാം? ആധുനികവൽക്കരണം, സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, സമത്വമാണ്. അപ്പോൾ ഒരു പഞ്ചവർഷ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആധുനികവൽക്കരണം, സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, സമത്വമാണ്. ഓർക്കണം, നമ്മുടെ പഞ്ചവർഷ പദ്ധതി എന്ന് പറയുമ്പോൾ 5 വർഷം കൊണ്ട് നേടുന്ന ലക്ഷ്യമാണ് അല്ലെ. എന്നാൽ 20 വർഷം കൊണ്ട് നേടേണ്ട അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യങ്ങൾക്ക് പുറമെ 20 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആ പദ്ധതികളെ പറയുന്നതാണ് പരിപ്രേക്ഷ്യ പദ്ധതി അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്ലാൻസ് എന്ന് പറയാം. ശ്രദ്ധയോടെ മനസ്സിലാക്കണം. അതായത് 5 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യങ്ങൾക്ക് പുറമെ 20 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ ആ പദ്ധതികളെ പറയുന്നതാണ് പരിപ്രേക്ഷ്യ പദ്ധതി. ആ പരിപ്രേക്ഷ്യ പദ്ധതിയുടെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ പഞ്ചവർഷ പദ്ധതിയാണ്. അപ്പൊ പരിപ്രേക്ഷ്യ പദ്ധതി എന്ന് പറയുന്നത് 20 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യമാണ്. ഈ പരിപ്രേക്ഷ്യ പദ്ധതിയുടെ അടിസ്ഥാനം എന്തായിരിക്കാം? പഞ്ചവർഷ പദ്ധതിയാണ്. അപ്പൊ പഞ്ചവർഷ പദ്ധതി കാലഘട്ടം ചോദിച്ചാൽ 5 വർഷമാണ്. എന്നാൽ പരിപ്രേക്ഷ്യ പദ്ധതിയുടെ കാലഘട്ടം എത്രയാണ്? 20 വർഷമാണ്. അപ്പൊ പരിപ്രേക്ഷ്യ പദ്ധതി അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് പഞ്ചവർഷ പദ്ധതി. ഓക്കെ, ഏറ്റവും ബേസായ കാര്യങ്ങളാണ്, മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയുന്നു, എന്താണ് പഞ്ചവർഷ പദ്ധതി ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, അതായത് ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നാണ് ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നാൽ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആധുനികവൽക്കരണം, സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, സമത്വമാണ്. നമ്മുടെ പഞ്ചവർഷ പദ്ധതി പറയുമ്പോൾ 5 വർഷം കൊണ്ട് ആദ്യം മനസ്സിലാക്കണം. ഈ 5 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യങ്ങൾക്ക് പുറമെ 20 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആ പദ്ധതികളെ പറയുന്നതാണ് പരിപ്രേക്ഷ്യ പദ്ധതി. ആ പരിപ്രേക്ഷ്യ പദ്ധതി അടിസ്ഥാനം എന്താണ്? പഞ്ചവത്സര പദ്ധതിയാണ്. അതിന്റെ പിതാവ് എന്ന് നേരത്തെ പറഞ്ഞു, ആരായിരിക്കാം? ജോസഫ് സ്റ്റാലിൻ. ഏത് വർഷമാണ്? 1928. ആദ്യമായി ഏത് രാജ്യത്താണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തിന് മാതൃകയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? റഷ്യ എന്ന രാജ്യമാണ്. അപ്പോ ഇവിടെ പഞ്ചവർഷ പദ്ധതി 12 പഞ്ചവർഷ പദ്ധതിയാണ് നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത്. അതിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ബേസായ കാര്യങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത മേഖലയിലോട്ട് പോകാം.